കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ വോട്ടർ പട്ടികയിൽ ഒരേ തിരിച്ചറിയൽ കാർഡിൽ ഒന്നിലേറെ പേർക്ക് വോട്ട്. ID കാർഡിലെ നമ്പറിൽ മാറ്റം വരുത്താതെയാണ് സമീപ പഞ്ചായത്തുകളിലെ വോട്ടർമാരെ തിരികെ കയറ്റിയിട്ടുള്ളത്. ഗുരുതര പിഴവുകളുള്ള വോട്ടർ പട്ടികയിൽ തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. നടുവണ്ണൂർ പഞ്ചായത്തിൽ DYX 1505-189 എന്ന നമ്പറിലുള്ള വോട്ടർമാരുടെ പേര് കാണുക. പഞ്ചായത്തിലെ 6ാം വാർഡിൽ 1ാം ബൂത്തിൽ ഉൾപ്പെട്ട ശശിധരന്റെ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നമ്പറാണിത്. ഇനി ഇതേ നമ്പർ ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് ശേഷം സ്പേസ് ഇട്ട് അടിച്ചു കൊടുത്താൽ 3 വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ കാണാൻ കഴിയും. അജിത, രാജൻ, നന്ദന. ശശിധരന്റെ പേരിന് പകരം 3 പേർ. കഴിഞ്ഞില്ല, മറ്റൊരു പട്ടിക കാണാം. ബാലുശ്ശേരി, നടുവണ്ണൂർ, കോട്ടൂർ, ഉള്ളിയേരി, ഉണ്ണികുളം, പനങ്ങാട്, അത്തോളി പഞ്ചായത്തുകളിലായി വോട്ടുള്ള 53 പേർക്ക് കോഴിക്കോട് കോർപ്പറേഷനിലും വോട്ടുണ്ട്. കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പുറത്തുവിട്ട തെളിവുകളിൽ ഒന്ന് മാത്രമാണിത്. കോഴിക്കോട് ജില്ലയിൽ 1 ലക്ഷത്തോളം വോട്ടുകളും കോർപ്പറേഷനിൽ മാത്രം 25,000-ലേറെയും അനധികൃത വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രവീൺ കുമാർ പറയുന്നു. കോഴിക്കോട് നഗരസഭയിലും വിവിധ പഞ്ചായത്തുകളിലും വോട്ടർമാരുള്ള 1000-നടുത്ത് ആളുകളുണ്ട്. ഒരു ID-ക്ക് 2 വോട്ട്. ഒരാൾക്ക് ഒരേ ID-യിൽ 3 പേർക്ക് വോട്ട്. ഇപ്പോൾ പ്രവീൺ കുമാറിൻ്റെ ID നമ്പറിൽ എനിക്ക് 2 വോട്ട്. ഒരു ID നമ്പറിൽ പ്രവീൺ കുമാറിനും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മകനും വോട്ട്. ഉദാഹരണം പറഞ്ഞാൽ അതുപോലെ 3 വോട്ട്. ഇങ്ങനെയാണ് കൃത്യം നടന്നിരിക്കുന്നത്. ഈ കൃത്രിമം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇത് ഇലക്ഷൻ കമ്മീഷനും CPM കൊണ്ട് നടത്തിയ കോൺസ്പിറൻസിയാണ്. അനധികൃതമായി വോട്ടർമാരെ തിരികെ കയറ്റിയതിനു പിന്നിൽ CPIM ആണെന്നാണ് ആരോപണം. എന്നാൽ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് LDF വിശദീകരണം. വോട്ടർ പട്ടികയിലെ പിഴവുകൾ തിരുത്തിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു. ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളിലും പരിശോധന നടത്തുന്നുണ്ടെന്നും ജില്ലാ കോൺഗ്രസ് വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കോഴിക്കോട്.